അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവനും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് ആ വ്യവസ്ഥയല്ല. 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. വൈകുന്നേരം 4 നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വെക്കുന്നതാണ്. അത് സുരാജ് ഏട്ടന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത്. പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ. ഇതിന്റെ എഴുത്തുകാരനാ. ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. പൈസ കിട്ടണോട് ആദ്യം ചെയ്യാന്ന് എനിക്ക്. അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷേട്ടൻ്റെ ഞാൻ പറഞ്ഞു കഥ കേട്ടു, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയെ കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം. ഒന്ന് അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും പിന്നെ ഏതാണ്ട് ഈ പ്രശ്നത്തിൽ ഓഡിയോ പേജിലും കണ്ട് 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നെ സംഭവം. അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടാക്കി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ഇറങ്ങുന്ന പടത്തിന്റെ സെൻസർ, ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനറാണ്, സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വിസ്തീർണത്തിന്റെ ബലിവിടുന്ന സുസ്തി. അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. അപ്പോൾ 20-ാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രാജേട്ടനായിട്ട് ഇനി അസോസിയേഷൻ എപ്പോഴാണ്? അപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ 2 സിനിമകളുണ്ട്. ജനഗണമന 2 അത് അതിന്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും. ഇപ്പൊ മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സുരാജേട്ടനോടാണ്. മലയാളികളെ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുരാജേട്ടന്. അതെല്ലാം മാർച്ച് 27-ാം തീയതി അറിയാം. ഞാനതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.